മാന്യ സദസ്സിന് വന്ദനം. ആദരണീയരായ ഗുരുജനങ്ങളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, മനുഷ്യൻ ചന്ദ്രനിൽ കാൽ തൊട്ടിട്ട് 55 വർഷം. ദൂരദർശിനിയുടെ കണ്ടുപിടുത്തമാണ് ചാന്ദ്ര നിരീക്ഷണ രംഗത്ത് കുതിച്ചുചാട്ടം വരുത്തിയത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. മനുഷ്യൻ്റെ ആദ്യ ചന്ദ്രയാത്രയുടെ പ്രസക്തി ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിലെത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്നും ചന്ദ്രനിലിറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൾഡ്രിനാണ്. മൈക്കൽ കോളിൻസ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു. ലോകം ചാന്ദ്രദിൻ എന്ന് വാഴ്ത്തുന്ന ഈ ദിവസത്തിന് ശാസ്ത്രലോകത്ത് വലിയ പ്രാധാന്യമുണ്ട്. നീൽ ആംസ്ട്രോങ് മുതൽ യൂജിൻ സർനാൻ വരെ 12 മനുഷ്യരാണ് ഇതുവരെ ചന്ദ്രലോകത്ത് നടന്നത്. അവർക്കൊപ്പം മൊഡ്യൂളുകളിൽ ഉണ്ടായിരുന്നവർ വേറെയും. ഇന്നലകൾ കഴിഞ്ഞു പോകുന്നു. നാളെയുടെ പുതിയ കാൽവെപ്പിനായുള്ള കാത്തിരിപ്പിലാണ് ഇന്ന് ലോകം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തിന് അടിത്തറ പാകാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് വിക്രം സാരാഭായ് എന്ന അതുല്യ പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി 1969 ISRO രൂപീകൃതമായി. ബഹിരാകാശ ഗവേഷണ രംഗത്ത് അത്രനാൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്ന ഇന്ത്യക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകുന്നതായിരുന്നു ഇത്. വരും വർഷങ്ങളിലായി നടത്തുന്ന ദൗത്യങ്ങളിലൂടെ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാകുമെന്ന് ഉറപ്പാണ്. സമീപഭാവിയിൽ ബഹിരാകാശ ഗവേഷണത്തിനായി ISROയുടെ വാതിലിൽ സഹായത്തിനായി മറ്റ് രാജ്യങ്ങൾ മുട്ടിവിളിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുക. ഇന്ത്യയുടെ ബഹിരാകാശ പരിപാടി മനുഷ്യൻ്റെ ചാതുര്യത്തിൻ്റെയും അറിവിൻ്റെ അന്വേഷണത്തിൻ്റെയും തെളിവായി നിലകൊള്ളുന്നു. ശാസ്ത്ര സാങ്കേതികതയോടുള്ള അഭിനിവേശം വളർത്തിയെടുക്കുന്ന ഭാവി തലമുറകൾക്ക് ഇത് പ്രചോദനമായി വർത്തിക്കുന്നു. ആഗോള ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ ഭാവി സാധ്യതകൾ വാഗ്ദാനമാണ്. നവീകരണം, സഹകരണം, ദേശീയ വികസനം എന്നിവയിൽ ഉറച്ച പ്രതിബദ്ധതയോടെ ബഹിരാകാശ പരിവേഷണത്തിലും പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകൾ അനാവരണം ചെയ്യുന്നതിലും സൃഷ്ടിക്കുന്നതിലും കൂടുതൽ വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. മനുഷ്യരാശിയുടെ അറിവിനായുള്ള അന്വേഷണത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകാൻ ഇനിയും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.